കണ്ട്. കാരണം നമ്മള് ചായ രാവിലെ എല്ലാരും കുടിക്കും. പക്ഷെ ഇതിന്റെ പുറകിൽ എന്തോരം കഷ്ടപ്പാടുണ്ടെന്ന് ആർക്കും അറിയില്ല. നമ്മള് പൈസ കൊടുക്കുന്നു, ചായപ്പൊടി വാങ്ങുന്നു, അടിപൊളി ചായ കുടിക്കുന്നു. എന്തോരം കഷ്ടപ്പാടാണ്. അതെ അതെ അതെ. ഇവർക്ക് കിട്ടുന്ന ഈ വരുമാനത്തിൽ നിന്നാണ് കേട്ടോ ഇവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതും അതുപോലെ തന്നെ വാടക കൊടുക്കുന്നതും കുട്ടികളുടെ ആവശ്യങ്ങൾ ഇവരുടെ ആവശ്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ തേയിലയുടെ തളിര് കൂമ്പ്. ഇതിന്റെ ഏറ്റവും തളിരാണെങ്കിൽ ഏറ്റവും ടേസ്റ്റ് കൂടും അല്ലെ, ഏറ്റവും ടേസ്റ്റ് കൂടും. പിന്നെ ഇതിന്റെ ചണ്ടി ചായപ്പൊടിയായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിന്റെ ആ ചാറുണ്ടല്ലോ അത് പെയിന്റിനൊക്കെ ഉപയോഗിക്കാം. ഇതാണ് അപ്പൊ നമ്മള് എന്നും ആസ്വദിച്ചു കുടിക്കുന്ന ചായപ്പൊടിയുടെ തേയിലച്ചെടി. ഞങ്ങൾ കഴിച്ചു ചേച്ചി. ഇത് വാട്ടിയിട്ട് ഇതിന്റെ നീര് കളഞ്ഞിട്ട് കണ്ടിയാക്കി തേയിലപ്പൊടിയായിട്ട് ചായ കുടിക്കുന്നത്. ഇവർക്ക് നല്ല കഷ്ടപ്പാടാണ് കേട്ടോ. ഈ തേയിലയുടെ ഇടയ്ക്കുള്ള കുറ്റികളും കമ്പോളൊക്കെ ഇവിടെ കാലിലൊക്കെ കൊള്ളുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ ഇവർക്ക് കഷ്ടപ്പാടാണ് കേട്ടോ. നമ്മളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളെന്നും ആസ്വദിച്ച് 1, 2, 3 ചായയൊക്കെ കുടിക്കുന്നുണ്ട് ഒരു ദിവസം അല്ലെ. അത് നമ്മൾ കടയിൽ പോകുന്നു, പൈസ കൊടുക്കുന്നു, വാങ്ങുന്നു, എന്താ ചായപ്പൊടി കൊണ്ടുവരുന്നത് മാത്രം അറിയുന്നു. ഇതിന്റെ പിന്നില് എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് അതൊരു പാക്കറ്റിലെ പൊടിയായിട്ട് എടുക്കുന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നിന്നെ ഞാൻ കണ്ടേ മേഘം പൂക്കൾ പെയ്യുന്നേ ഒന്നാവാ ഞാനെന്നേ